നമസ്കാരം. ആലത്തൂരിലെ പെങ്ങളൂട്ടി വലിയ ടെൻഷനിലാണ്. ടെൻഷൻ എന്നൊന്നും പറഞ്ഞാൽ പോരാ, പെരിയ ടെൻഷൻ. പെങ്ങളൂട്ടി വോട്ടഭ്യർത്ഥിക്കാൻ പോകുന്ന ഇടങ്ങളിലൊക്കെ എന്താണ് വെച്ച് കാച്ചുന്നതെന്ന് അറിയാമോ? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പോരാടും, കർഷക ബില്ലിനെതിരെ പോരാടും, നമ്മുടെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലൊക്കെ സംഘപരിവാറിനെ മലർത്തിയടിക്കും, മണിപ്പൂർ വിഷയത്തിൽ ഞാൻ തീയായി മാറും എന്നൊന്നുമല്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു നടക്കുന്നതെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റിപ്പോയി. പോകുന്ന സ്ഥലത്തൊക്കെ നന്നായി മനോഹരമായിട്ട് നാടൻ പാട്ടാണ് ഈ പെങ്ങളൂട്ടി പാടിക്കൊടുക്കുന്നത്. ഇങ്ങനെ 3 നേരം 3 ഇടങ്ങളിൽ പോയി ഇങ്ങനെ നാടൻ പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ വോട്ടായി മാറും എന്നാണ് പെങ്ങളൂട്ടി വിചാരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയും ഈ പറയുന്ന പോലെ നാടൻ പാട്ടൊക്കെ പാടിയാണല്ലോ ഇവിടുന്ന് ജയിച്ചു പോയത്. അന്ന് ജയിച്ചു പോകാനുള്ള ഒരു സാഹചര്യം വേറൊന്നും ആയിരുന്നില്ല. ഒരു രാഹുൽ ഗാന്ധി തരംഗമുണ്ടായിരുന്നു, ഒപ്പം UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊക്കെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ പിന്നെ എല്ലാവരും ജയിച്ചു പോട്ടെ എന്നോർത്ത് എല്ലാവരും ഈ പറയുന്നത് പോലെ ഇവിടുത്തെ UDFന്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷെ എന്താണ് സംഭവിച്ചത്? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നു. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒന്ന് നാവിട്ടനക്കാൻ പോലും ഈ രമ്യ ഹരിദാസ് അടക്കമുള്ള ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം. കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ LDF ജന്തർ മന്ദിറിൽ ഒരു സമരം നടത്തിയപ്പോൾ പോലും ഈ ആലത്തൂർ MP അടക്കമുള്ള ആളുകളെ നമ്മൾ ആ വേദിയിൽ കണ്ടോ? ഇല്ല. പക്ഷെ മറിച്ച് ആരാണ് കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ വന്നത്? അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള പല നേതാക്കൾ ആ പരിപാടിയിൽ പങ്കെടുത്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ട UDFന്റെ MP വിട്ടുനിൽക്കുകയും ഞങ്ങൾക്ക് സഹകരിക്കാൻ പറ്റില്ല എന്ന് വാർത്താ സമ്മേളനം നടത്തി പറയുന്ന സാഹചര്യവും ഉണ്ടായി. ഇപ്പതാ ഏകദേശം ആലത്തൂരിൽ ഇത്തവണ രക്ഷയില്ല, ജനങ്ങൾ മുഴുവൻ കൈവിടും എന്ന് മനസ്സിലായപ്പോൾ പുതിയ ചില നമ്പറുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്ലെക്സിന് തീയിട്ടത് CPM ആണ്. അങ്ങനെ പല രീതിയിൽ ഗിമ്മിക്ക് നമ്പറും ഒക്കെ ആയിട്ട് പഴയ നാടകവുമായി, പഴയ KPCC നാടകമൊക്കെ ആയിട്ടാണ് എന്തായാലും രമ്യ ഹരിദാസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അവിടെ രാധാകൃഷ്ണന് വലിയ സാധ്യതയാണെന്ന് അഭിപ്രായ സർവേകൾ അടക്കം പ്രവചിക്കുകയാണ്. അതിൽ വല്ലാത്ത രീതിയിൽ ഹാലിളകി രമ്യ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാതെ പോയി. എന്തായാലും രമ്യ ഹരിദാസ് ഒരിടത്ത് പോയിട്ട് വോട്ട് പിടിക്കുന്ന ആ ഒരു ചെറിയ രംഗം നമുക്കൊന്ന് കാണാം. ആരും ചിരിക്കരുത്, ചേച്ചി ഭയങ്കര സീരിയസ് ആണ്. ചെമ്മീൻ കറിയുണ്ട്, അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അതാണ് ചേട്ടാ, കൂടോ കൈയടിച്ചു കൂടോ കരകപ്പെണ്ണാള്. രമ്യ ഹരിദാസ് നല്ലൊരു നാടൻ പാട്ടുകാരിയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കമൊന്നുമില്ല. കാരണം മികച്ചൊരു നാടൻ പാട്ടുകാരി തന്നെയാണ്. പക്ഷേ നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ, പാർലമെന്റിൽ നാടൻ പാട്ട് മത്സരമൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ജയിച്ചു പോകേണ്ടത് വ്യക്തമായ രാഷ്ട്രീയം പറയാൻ കഴിയുന്ന, നമ്മുടെ കേരളത്തിന്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന, കേരളത്തിനോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പോരാടാൻ കഴിയുന്ന കരുത്തുറ്റൊരു നേതാവാണ്. അങ്ങനെ ഒരു കരുത്തുറ്റ നേതാവാണോ ആലത്തൂർ MP എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതായത് കേരളത്തെ സംബന്ധിക്കുന്ന എത്രയോ പ്രശ്നങ്ങളുണ്ടായി. കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനകൾ നമ്മൾ കണ്ടു. കേന്ദ്രം കേരളത്തിന് കൊടുക്കാതെ, ഫണ്ട് കൊടുക്കാതെ കേരളത്തെ വീർപ്പ് മുട്ടിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഈ സമയത്തൊക്കെ രമ്യ എവിടെയായിരുന്നു? രമ്യ ഉണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയാണെന്ന് അറിയോ? രമ്യയുടെ പാർട്ടിയും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞ ഹിന്ദി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ മലയാളത്തിൽ വന്ന് ഒരു കേന്ദ്ര സംഖ്യകളുടെ നാവായിട്ട് ഇങ്ങനെ പാടി നടക്കുകയായിരുന്നു. ഇപ്പോതാ അവസാനം പണി പാളിയെന്നറിഞ്ഞപ്പോൾ പുതിയ ഗിമ്മിക്ക് കുറെ നമ്പറൊക്കെ ആയി നാടൻ പാട്ടൊക്കെ പാടി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് രാധാകൃഷ്ണൻ ഇവിടുന്ന് ജയിച്ചു പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് അഭിപ്രായ സർവേകളിലൊക്കെ രാധാകൃഷ്ണന് വലിയ രീതിയിലുള്ള മുൻതൂക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അഭിപ്രായ സർവേകളെക്കാൾ കൂടുതൽ രീതിയിൽ അട്ടിമറി വിജയം തന്നെയാകും രാധാകൃഷ്ണൻ ഉണ്ടാക്കാൻ പോകുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ നേതാവിൻ്റെ ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ഒക്കെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ച് ഈ പറയുന്നത് പോലെ ലോക്സഭയിലേക്ക് അയക്കാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയാണ് രാധാകൃഷ്ണൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. മാത്രമല്ല രാധാകൃഷ്ണന്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം, ഒപ്പം ആ പാർട്ടിയുടെ കരുത്തൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ല. ഒന്ന് കണ്ണടച്ച് കണ്ണു തുറക്കുമ്പോഴത്തേക്കും BJP-കാരനൊപ്പം അല്ലെങ്കിൽ BJP നേതാവിനൊപ്പം, പ്രധാനമന്ത്രിക്കൊപ്പം ചായ കുടിച്ച് സെൽഫി എടുക്കുന്ന എന്തായാലും നേതാക്കൾ CPM-ൽ ഇല്ല എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. രാധാകൃഷ്ണനെ സംബന്ധിച്ച് മടിയിൽ കനമില്ലാത്തത് കൊണ്ട് വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് മേടിക്കാം. അതായത് ഇലക്ട്രൽ ബോണ്ട് വഴി കൈക്കൂലി കൈപ്പറ്റിയിട്ടില്ല, പണം കൈപ്പറ്റിയിട്ടില്ല, ഒപ്പം
പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ അതിശക്തമായി തന്നെ പോരാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിലൊക്കെ വ്യക്തമായ നിലപാടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഒപ്പം മണിപ്പൂർ വിഷയത്തിലൊക്കെ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒപ്പം ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിക്കുന്ന, വേട്ടയാടുന്ന സംഘപരിവാറിനെതിരെ അതിശക്തമായിട്ട് സംസാരിച്ചിട്ടുള്ള, പ്രതികരിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ പറയുന്ന കെ രാധാകൃഷ്ണൻ. അങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തിന് ജന്തർ മന്ദിർ നടത്തിയ LDF കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധത്തെ പോലും അതിശക്തമായി ആഞ്ഞടിച്ച, തീ പാർന്ന രീതിയിലുള്ള പ്രസംഗം നടത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ പറയുന്ന കെ രാധാകൃഷ്ണൻ. അങ്ങനെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ജനങ്ങൾക്കിടയിൽ ചെന്ന് ധൈര്യമായി വോട്ട് ചോദിക്കാവുന്ന, ജനങ്ങൾ ഒരിക്കലും വിചാരണ ചെയ്യാൻ ഒരു സംഗതി പോലും ജനങ്ങളുടെ കയ്യിലില്ലാത്ത, ധൈര്യമായി ജനങ്ങൾക്ക് വോട്ട് തരാം എന്ന് പറയാവുന്ന ഒരേ ഒരു നേതാവ് കെ രാധാകൃഷ്ണനാണ്. രമ്യ നാടൻപാട്ട് പാടുന്നതിലൊന്നും നമുക്കൊരു തെറ്റ് പറയാൻ പറ്റില്ല. കാരണം രാജ്യത്തെ സംബന്ധിക്കുന്ന പല വിഷയങ്ങളും കോൺഗ്രസിന് 100 അഭിപ്രായങ്ങളാണ്, 100 നിലപാടാണ്. അതുകൊണ്ട് ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരകപ്പെണ്ണാലേ ഇത് പാടാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് ഇതിനെ ഗതികേട് എന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. സഖാവ് EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് ആ ഗവൺമെന്റ് പ്രവർത്തനം ആരംഭിച്ചത്. അത് ഏതെല്ലാമായിരുന്നു എന്നുള്ളത് ഞാൻ വിശദീകരിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നില്ല. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിസഭാംഗങ്ങളും ഇവിടെ ഈ വേദിയിൽ എത്തിച്ചേരും. 1957 അധികാരത്തിൽ വന്ന EMSന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമവും കുടികിടപ്പവകാശവും വിദ്യാഭ്യാസ പരിഷ്കാര നിയമവും എല്ലാം നമ്മുടെ കേരളത്തിന്റെ അടിത്തറ പണിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. പിന്നീട് അധികാരത്തിൽ വന്ന ഗവൺമെന്റുകളെല്ലാം, ഇടതുപക്ഷ ഗവൺമെന്റുകളെല്ലാം അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നമ്മുടെ കേരളത്തിൽ കാണിച്ചു കൊടുത്തത്. ഇവിടെ നേരത്തെ നമ്മുടെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, 2016 ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ വേണ്ടി ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ വിസ്മരിക്കുകയല്ല ചെയ്തത്, അത് നടപ്പിലാക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. 2011 മുതൽ 16 വരെ ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് UDF ഗവൺമെന്റ് ആയിരുന്നു. ഞാൻ വളരെ വിനയത്തോടുകൂടി പറയുകയാണ്, 2011 അധികാരത്തിൽ വരാൻ വേണ്ടി UDFകാർ അല്ലെങ്കിൽ UDFന്റെ പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ 2016 വരെ എത്ര കണ്ട് ചെയ്തു എന്ന് അവർ പരിശോധിക്കുക. അതിനുശേഷം 2016-21 കാലം, 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നടപ്പിലാക്കി എന്നുള്ള ഒരു തർക്കത്തിന് UDF വരാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 5 വർഷക്കാലം ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് ഏതെല്ലാം നടപ്പിലാക്കി? ഇടതുപക്ഷ ഗവൺമെന്റ് 5 വർഷക്കാലം കൊണ്ട് വാഗ്ദാനം നൽകിയത് എത്ര നടപ്പിലാക്കിയെന്ന് പറയാൻ വേണ്ടിയുള്ള പൊതു ചർച്ചയ്ക്ക് വരാൻ വേണ്ടി തയ്യാറുണ്ടോ? അതിവിടെ വന്ന് പറയാമായിരുന്നു. ഇവിടെയല്ല, പ്രതിപക്ഷത്തെ അടക്കം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ നവകേരള സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. നമ്മുടെ കേരളം നേടിയ നേട്ടങ്ങൾ എന്താണ്, ഇനി നാം നേടേണ്ടത് എന്താണ്, നമ്മൾ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയാണ്. വരുന്ന 25 വർഷം കഴിയുമ്പോൾ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ നടത്തിയത്. അതാണ് നവകേരളം കെട്ടിപ്പടുക്കുക എന്നുള്ളത്. ഒരു വർഷം കഴിയുമ്പോൾ കേരളം എങ്ങനെയാകണം എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് കാലാവധി 2.5 വർഷം കഴിയുമ്പോൾ അവസാനിക്കും, ആ സമയത്ത് കേരളം എങ്ങനെയാകണം എന്നുള്ളതല്ല ചർച്ച. 25 വർഷം കഴിയുമ്പോൾ ജനങ്ങൾക്ക് എന്ത് നൽകാൻ നമുക്ക് കഴിയും, നാടിന് എന്ത് നൽകാൻ കഴിയും. അങ്ങനെ ഒരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അത് ഏകപക്ഷീയമായിട്ട് പോകരുത് എന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ 3.5 കോടി മലയാളികളുടെയും പങ്കാളിത്തം അതിലുണ്ടാകണം. തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന്റെയും പങ്കാളിത്തം ഉണ്ടാകണം. എന്നാൽ ആ ക്രിയാത്മകമായിട്ടുള്ള സമീപനമാണോ പ്രതിപക്ഷം സ്വീകരിക്കുന്നത്? അങ്ങനെ പ്രതിപക്ഷം സ്വീകരിച്ചുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ അത് വമ്പിച്ച മാറ്റമാണ് ഉണ്ടാക്കുക. നിഷേധാത്മകമായ സമീപനമാണ് എക്കാലത്തും UDF സ്വീകരിച്ചത്. നാടിനു വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തില്ലല്ലോ. അധികാരം കിട്ടിയ സമയത്തൊന്നും ആ ജനങ്ങളെ മറന്നുകൊണ്ട്, ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാനാണല്ലോ ശ്രമിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. 2011 മുതൽ 16 വരെ, അന്ന് 2011 UDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഞാൻ സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. അത് 2016 അധികാരം അവസാനിക്കുമ്പോൾ എന്താണ് ചെയ്തത്?